ഈ മഴയത്ത് ഞങ്ങളുടെ നാട്ടിലൊരുത്തൻ നാടൻ കോഴിയുടെ ബിരിയാണി കഴിക്കുന്നത് കണ്ടോ? അതാടാ എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. ബിരിയാണിയുടെ കൂടെ ഒരു പെഗും കൂടി വേണം. കറക്റ്റ്. എന്ത് പറയുന്നു ഊളകളെ? നീ തന്നെ പറ, ഈ മഴയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാനെന്ത് പറയാനാ, നമ്മളിവിടെ ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോ അടിപൊളി കാർ ഒരെണ്ണം വന്നങ്ങനെ നിൽക്കുന്നു. വന്നോനെ. അപ്പോ കാർ വന്നു നിന്നു. ഇനി ആ കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് ഒരു സുന്ദരി പുറത്തേക്ക് ഇറങ്ങുന്നു. ഇറങ്ങി മോനെ, ഒന്ന് കണ്ണു തുറന്ന് നോക്ക്. താമസിക്കേണ്ട രഞ്ജിത്ത്, അവളെ വളയ്ക്കാനുള്ള പ്ലാൻ തയ്യാറാക്കുക. കുറെ ഗുണ്ടകൾ എന്നെ തട്ടാൻ വരുന്നുണ്ട്. ഇത്തിരി നേരം ഒന്നും മിണ്ടാതെ നിൽക്കി. നേരാണല്ലോ, അവര് തന്നെ. നീ അത് കേട്ടോ, എന്നെ വിട്ട് പോവല്ലേ. വേണ്ട, എഴുന്നേക്കണ്ട, അവരിവിടെ തന്നെ ഉണ്ട്. എങ്ങനെ എഴുന്നേക്കും? താങ്ക് യു വെരി മച്ച്. നീ എന്റെ ജീവനാ രക്ഷിച്ചത്. ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും. ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സംതൃപ്തിയുണ്ട്. ശരി, ബൈ. എന്താ ഇത്? ഇവരല്ലേ കൊല്ലാൻ വന്നത്? കോംപ്രമൈസ് ആയി. എങ്ങനെ? അതെങ്ങനെയാണെന്ന് വെച്ചാ, തമ്മിൽ കൊന്നാൽ ആരും ജീവനോടുണ്ടാവില്ല. ബ്രഹ്മാവിന്റെ സൃഷ്ടിയെ ജനിപ്പിക്കുന്നത് അമ്മ. ക്ഷണഭംഗുരമായി ജീവിതം നടറോട്ടി തമ്മിൽ തല്ലി തീർക്കണോ? ഇത്തരത്തിലുള്ള ചൂടൻ ഡയലോഗുകൾ കുട്ടി ചിലപ്പോൾ സിനിമകളിലൂടെ കേട്ടിരിക്കാം. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് കോംപ്രമൈസ് ആവാൻ തീരുമാനിച്ചു. അല്ലടാ, സിനിമ ഡയലോഗ് പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുക. ചേച്ചി, മറ്റുള്ളവരെ നോക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണോ? നമ്മൾ തയ്യാറായിട്ട് അവരെ കൊണ്ട് നോക്കിക്കണോ? എന്റെ പൊന്നുമോളെ, ഇവനെന്താ ഈ ഫോണിൽ കിസ് ചെയ്യുന്നത്? എടാ, ഗേൾ ഫ്രണ്ട് ഫോൺ ചെയ്താ ഒരു കിസ് കൊടുത്തിരിക്കണം. അതാ എന്റെ രീതി. നീ ഇങ്ങനെ കുറച്ച് കൊടുത്തല്ലേടാ? പിന്നെ എത്ര പേർക്ക്? ഇന്നലെ കണ്ട പെണ്ണിനെ കണ്ടിരുന്നെങ്കിൽ കട്ട് കോൾ ആൻഡ് കിസ് ഗേൾ എന്ന ഗെയിം കളിച്ചോണ്ടിരിക്കായിരുന്നു. നിനക്കിപ്പോ മഴയാണോ വേണ്ട? മാഡം, ഇത് നോ പാർക്കിംഗ് പ്ലേസാ. എന്തായാലും 5 മിനിറ്റ് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. ആ, അങ്ങനെയൊക്കെ പറയും. ഇപ്പോ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അവസ്ഥ എന്തായിരിക്കും ആർക്കറിയാം. ടെണ്ടുൽക്കർ, ഇങ്ങ് വാ. Well, this little man is the nearest thing to Bradman there's ever been. What a player he is. And he's going to finish this off quickly. Have a look at that shot. Oh, he's hit this one, Miles. Right shot. Oh, it's a biggie. നിനക്കോ ഫോണില്ല. ഏത് നമ്പറാ കൊടുത്തേന്ന് ഓർക്കടാ. അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ടെൻഷൻ അടിക്കുക. അതിതോ ഫാൻസി നമ്പർ ആയിരുന്നില്ലടാ. അത് 6666 ആണോ? ആ, അതെന്റെയാ. അതെ അതെ.
കൂടെ വന്നത് അവൻ, കാറിന്റെ കണ്ണാടി പൊട്ടിച്ചത് അവൻ, കാർ ആ പെണ്ണിന്റേത്. എടാ എന്തിനാണ് എന്റെ നമ്പർ കയറി കൊടുത്തത്? മേഡം, ആ വില കൂടിയ ഗ്ലാസ് പൊട്ടിച്ചല്ലോ മേഡം. ഹലോ, കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ചോ? അതെ അതെ. അപ്പൊ ഏടാ ആ പെണ്ണിന്റെ ഫോണാ? ഹലോ, ആ, ഇവിടെ കാറ് പൊട്ടിയിരിക്കുന്നു. നമ്പർ കണ്ടു വിളിച്ചതാ. പൊട്ടിയതല്ല, പൊട്ടിച്ചതാ. വാട്ട്? എന്തിന്? നോ പാർക്കിംഗ് പ്ലേസിൽ കാർ പാർക്ക് ചെയ്തതിന്. പാർക്ക് ചെയ്തോണ്ട് തനിക്കെന്താ? നിന്റെ കാർ എന്റെ ജീവിതത്തിന് ഒരു തടസ്സമായി, അതുകൊണ്ട് അങ്ങ് പൊട്ടിച്ചു. പിന്നെ നമ്പർ എന്തിനാ വെച്ചിട്ട് പോയത്? ഇനിയും ഇങ്ങനെ കാർ പാർക്ക് ചെയ്താൽ ഇനി ബാക്കിയുള്ള ചില്ലും കൂടി പൊട്ടിക്കുമെന്ന് പറയാനാ. എന്റെ നമ്പർ ഒന്ന് ഫീഡ് ചെയ്തേക്ക്, അതിനുള്ള നമ്പറായത്. താങ്ക്സ് ഫോർ ദ ആടാ, ഞങ്ങളൊന്ന് പുറത്തു പോവാ. ഓ ദേ അവള് വീണ്ടും അത് പൊക്കി പിടിച്ചോണ്ട് വരുന്നു. ഇപ്പൊ ഇത് എന്തിന്റെ മോളെ? 100 out of 100 uncle. എന്റെ അമ്മോ, I got it. ആ മണ്ടനും കൂടെ നീ ഇതൊന്ന് പറഞ്ഞു കൊടുത്താരും മോളെ. വെളിവ് കേട്ടോ. വാ മോളെ, വാ വാ വാ. Sweet. അങ്ങനെ നിക്കാതെ ഇവിടെ വന്നിരിക്കേ. ആശേ, നിനക്ക് എങ്ങനത്തെ ചെറുക്കനെ ഇഷ്ടം പറഞ്ഞേ? ഭർത്താവോ? You mean husband? എന്റെ ടൈം ടേബിളിൽ ഈ സബ്ജക്റ്റ് ഇല്ലല്ലോ. സ്മോക്ക് ചെയ്യരുത്, ഡ്രിങ്ക് ചെയ്യരുത്, എപ്പോഴും എന്നെ ഉമ്മ വെച്ച് ഓർക്കുന്നവനായിരിക്കണം. എങ്ങനെ? ഫോർഹെഡിലാടാ. സന്ധ്യക്ക് വീട്ടിൽ വരുമ്പോ കയ്യിൽ മുല്ലപ്പൂ വാങ്ങിച്ചു വന്ന് എന്റെ തലയിൽ ചൂടി ഉമ്മ വെക്കണം. Wow, what a homely talk. റിയലി? താങ്ക് യു. കേട്ടോ, പാചകം അറിയണം. രാത്രി ആയാല് ആ രാത്രിയില് എന്നെ പിഞ്ചു കുഞ്ഞിനെ പോലെ എടുത്ത് മടിയിൽ വെച്ച് ഉമ്മ തരണം. അത്രേ ഉള്ളൂ. അവനെങ്ങാൻ എന്റെ ഈ കൈ കിട്ടി പിന്നെ നമസ്കരിക്കണോടാ. അവന്റെ കൈ ഇങ്ങനെ പിടിച്ച് അടിച്ച് തല ഞാൻ പൊട്ടിക്കും. ഇരിക്കണേ അവിടെ. ഇനി നീ 100-ൽ 100 കിട്ടിയെന്നും പറഞ്ഞ് സ്വീറ്റ്സും മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാ പിന്നെ നീ എക്സാം എഴുതില്ല. നിന്റെ ഫൈനൽ എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് വരെ ഞാൻ അടിച്ചെടുത്താൽ അല്ല, യെസ്. പിന്നെ നിന്റെ അമേരിക്കൻ ബ്രദർ വിചാരിച്ചാൽ പോലും ഈ വർഷം പരീക്ഷ എഴുതി 100-ൽ 100 മേടിച്ച് ലഡ് വിതരണം ചെയ്യുന്ന കാര്യം നടക്കില്ല. യെസ്. ഹലോ, ഞാനിവിടെ വലിയ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക. I will call you back. ആരാടിയത്? നിന്റെ ഫ്രണ്ടാ? ഏത് കോളേജിലാ? നീ മിണ്ടാതിരി. ഞാൻ എന്റെ ആന്റിയോട് സംസാരിച്ച് നിന്നോട് ഞാൻ എന്തിനാ അത് പറയുന്നേ? അയ്യോ, നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ ചെയ്യാനുള്ളത് ചെയ്തിരിക്കും. പറയാ ഞാൻ. അവൾ എന്റെ ഫ്രണ്ടാ. ആളിയാ, ആ കോളേജിന്റെ പേരൊന്ന് നോട്ട് ചെയ്തേക്ക്. പറഞ്ഞേ. സെന്റ് ഫ്രാൻസിസ് കോളേജ്. Thank you, Jesus Christ. നീ എന്തിനിവിടെ വന്നേ? നിന്റെ ഫ്രണ്ടിനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വന്നതാ. ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നിനക്ക് ഹാൾ ടിക്കറ്റ് വേണ്ടേ? യെസ്. അതെ, നീ അവിടെ നിന്നിട്ട് അവളിപ്പുറത്ത്. എന്ത് കഷ്ടായത്, പ്ലീസ്. ഇടിപ്പിച്ചാശേ, മനുഷ്യൻ വിചാരിച്ച നടക്കാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ലെന്ന് അബ്ദുൽ കലാം വരെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനൊരു ഉപഗ്രഹം അയച്ച് ചൊവ്വ വരെ എത്തിക്കാമെങ്കിൽ എന്റെ ഈ കൈ അവളുടെ അടുത്ത് എത്തിക്കാൻ ഇത്ര പ്രയാസോ? ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ. അയ്യോ, അങ്ങനെ എന്റെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. നിന്റെ കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ചത് ഞാനാ.